എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ചിക്കൻ വാഴയിലയിൽ പൊള്ളിച്ചത്. ചിക്കൻ നമ്മൾ പല രീതിയിലും കറി വെച്ചും ഫ്രൈ ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനെ വാഴയിലയിൽ പൊള്ളിച്ച് കഴിക്കേണ്ട ഒരു ടേസ്റ്റ്, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനും സാധിക്കുകയോ, അതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം നമുക്ക് ചിക്കൻ വാഴയിലയിൽ എങ്ങനെയാണ് പൊള്ളിക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ കട്ട് ചെയ്യാതെ വാങ്ങിയിട്ട് ഞാൻ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് കഴുകി വാര വെച്ചിരിക്കുന്നതാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ തൈര്, 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈര് ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഒട്ടും കഷ്ണങ്ങൾ പാടില്ല, നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ തൈര് ചേർത്ത് നന്നായിട്ട് അരച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലില്ലാത്ത ബോൺലെസ് ചിക്കനാണ് നമുക്കിതിലേക്ക് ആവശ്യം. ഞാനൊരു ഫുൾ ചിക്കനിൽ നിന്ന് നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇങ്ങനെ നീളത്തിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലും മതി. പക്ഷെ ഒത്തിരി കനം കുറച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഇലയിൽ പൊള്ളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കനം കുറച്ചെങ്കിലാണ് നമുക്കിതിലേക്ക് നന്നായിട്ട് എരിവും ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഒത്തിരി ടേസ്റ്റും ഭംഗിയൊക്കെ കൂടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം ഇതിലേക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താവുന്നതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം തൈര് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നത് ചിക്കനിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, സ്പൂൺ വെച്ചിട്ടായാലും മതി. ചിലവർക്ക് കൈ ചുട്ട് നീറും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കേണ്ടതുണ്ട്. അതല്ല പുറത്ത് വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ അതൊരു 20 മിനിറ്റ് നേരം വെക്കണം. നമുക്കങ്ങനെ ഞാനിത് മൂടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് നേരം വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പച്ചക്കറികൾ കട്ട് ചെയ്ത് വെക്കാം. സബോള ഞാനൊരു 4 എണ്ണം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ വ്യത്യാസങ്ങൾ വരുത്താം. എനിക്ക് ഒത്തിരി ഗ്രേവി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 4 വലിയ സബോള എടുത്തിരിക്കുന്നത്. തക്കാളി 1 എണ്ണം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി നേരത്തെ എടുത്ത കണക്ക് പ്രകാരം തന്നെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കണില്ല, ഞാൻ എടുത്ത പച്ചമുളക് നല്ല എരിവുള്ളതായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്. അതിനുശേഷം ഒരു കഷ്ണം ബട്ടർ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. പക്ഷേ ബട്ടർ ചേർത്തിട്ട് നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി ടേസ്റ്റാണ്. അപ്പോൾ അതിനാണ് ഞാൻ ബട്ടർ ചേർക്കുന്നത്. അത് നിർബന്ധമില്ല. ബട്ടർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്വല്പം കൂടെ ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യേണ്ടത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ബട്ടർ അതിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് 2 വശവും മറച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതുപോലെ ഫില്ല് ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ നീളനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താം. അതുപോലെ പച്ചമുളക് മസ്റ്റാണ് ഇതിലേക്ക് നന്നായിട്ട് എരിവുള്ളത് തേച്ച് വെക്കേണ്ടത്. പച്ചമുളക് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ടതാണ്. ചിക്കൻ നല്ല എരിവായിട്ടിരിക്കണം, എങ്കിലാണ് നമുക്ക് ആ ഗ്രേവി കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് പാനിൽ മാക്സിമം എത്ര ചിക്കൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അത് കറക്റ്റ് വെന്ത് കിട്ടുമെന്നുള്ള ഇത് വേണ്ട. നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് നേരം അടച്ച് വേവിക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഒത്തിരി മൊരിയാൻ പാടില്ല, അപ്പോൾ കടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് ഒരു 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. ഇത് മറ്റേ വശം വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് മറിച്ചിടാം.
നമ്മൾ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇത് ആദ്യം അടച്ച് 5 മിനിറ്റ് ഇതേപോലെ തന്നെ വേവിച്ച് നമുക്ക് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മളിതൊന്നും കൂടെ ഇലയിൽ പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയ്ക്കും ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഗ്രേവി തയ്യാറാക്കണം. അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഞാൻ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടാനായിട്ട് ഇതിലേക്ക് സ്വല്പം ഉപ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യണത്. അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട, കാരണം നമ്മൾ ഇലയിൽ വെച്ച് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് പച്ചമണമൊക്കെ മാറി ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇപ്പം ഇത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്യാം. ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആദ്യം മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണത്. അതിനുശേഷം പച്ചമണമൊക്കെ മാറുന്നത് വരെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണില്ല. മഞ്ഞൾപ്പൊടി മുന്നേ ഞാൻ ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ചെയ്യണില്ല. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് കുരുമുളക് പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് ഒത്തിരി എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പച്ചമുളക് എടുക്കാതിരുന്നത്. നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് പച്ചമുളക് എടുക്കേണ്ടതാണ്. ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൂടാതെ ഞാൻ ചിക്കൻ്റെ 1-2 വീഡിയോകൾ വേറെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. പിന്നെ ചിക്കൻ ഫില്ല് ചെയ്തിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് ഒത്തിരി ടേസ്റ്റാണ്. അപ്പോൾ അതും കാണാത്തവർ ദയവായി കാണണം. നല്ല മൂത്ത മണം വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്യാം. 1 തക്കാളിയാണ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ച് വേവിക്കാം. ഞാൻ എടുത്തിരിക്കുന്ന തക്കാളിയിൽ അത്യാവശ്യം വെള്ളം നനവുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം ആഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് വെള്ളം ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമാണ് 5 മിനിറ്റ് അടച്ചു വയ്ക്കാൻ പാടുള്ളൂ. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കാം. എനിക്ക് സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. നമുക്കിനി നമ്മുടെ ഇല ഒന്ന് വാട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അതിന് ശേഷം ഇല ഒന്ന് വാട്ടിയെടുക്കാം. ബാക്കിലെ കട്ടിയുള്ള വശം ഒന്ന് ചെത്തിക്കളയാം. നമുക്ക് ചിക്കൻ എങ്ങനെയാണ് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കണേന്ന് നോക്കാം. അതിനായിട്ട് വാട്ടി വെച്ചിട്ടുള്ള 2 ഇല ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ 3 പൊതിയായിട്ടാണ് ഞാൻ ചെയ്യണത്. ഓരോ പൊതിയിലേക്കും 2 ഇല നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ആ 2 ഇല കൂടി ഒന്നിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യാനുസരണം ഗ്രേവി ആഡ് ചെയ്യണം. ഗ്രേവി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ വെച്ച് കൊടുക്കണം. വീണ്ടും അതിൻ്റെ മേലേക്ക് ഗ്രേവി ആഡ് ചെയ്ത് അത് കവർ ചെയ്യണം. അതിനുശേഷം കറക്റ്റ് ചെയ്ത് പൊതിഞ്ഞ് കെട്ടി നമുക്ക് ഇരുമ്പ് തട്ടിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മറ്റ് 2 എണ്ണം കൂടെ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനിതുപോലെ 3 പൊതികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുമ്പ് തട്ട് വെച്ച് ഒന്ന് നന്നായിട്ട് ചൂടാക്കാം. അതിലേക്ക് സ്വല്പം എണ്ണ തടവണം. ചട്ടി നന്നായി ചൂടായി, എണ്ണയും ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പൊതികളായി വെച്ച് കൊടുത്ത് അടച്ച് ഫ്രൈ ചെയ്തെടുക്കാം. സ്വല്പം കഴിയുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിടണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചിക്കൻ ഇലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. മറ്റുള്ള 2 എണ്ണം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഇലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി.